അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതായത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് 6 ആളുകളെ പുറത്താക്കി എന്നും 11 ആളുകൾ ഇറങ്ങിപ്പോയി എന്നും 6 ആളുകൾ ഇറങ്ങിപ്പോയി എന്നും ഇങ്ങനെ പലതും കേൾക്കുന്നു. 6 ആളുകളെ പുറത്താക്കി എന്നും 6 ആളുകൾ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നതും ഒരേ ടീം തന്നെയാണ്. അങ്ങനെ ഉണ്ടാവുമോ? ഒന്നില്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോയി, അത് ശരിയാവും. അതല്ലെങ്കിൽ അവരെ പുറത്താക്കി, അതും ശരിയാണ്. ഏതാണ് ശരിയെന്ന് ഒരു കൺഫ്യൂഷൻ, അത് തീർക്കാനാണ് ഇപ്പോൾ ഞാൻ വന്നത്. നമ്മൾ കൺഫ്യൂഷനൊക്കെ തീർത്ത് ഇങ്ങനെ പോകണമല്ലോ. ഈ നേതാവ് പറയുന്നത് നോക്കുമ്പോൾ കാന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത പുറത്താക്കിയ കക്ഷികളാണ്. സമസ്ത പുറത്താക്കാൻ കാരണം സമസ്ത വളരെ സുതാര്യമായ നിലപാടിൽ കൂടെ പോകുന്നവരാണ്. പുറത്താക്കിയതാണെന്നാ പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ അതേ സംഘടനയിൽപ്പെട്ട മറ്റൊരാൾ പറയുന്നു, മുജകളും ജമകളുമായി ഒരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 40 അംഗ മുഷാവറ പണ്ഡിതന്മാരിൽ നിന്നുകൊണ്ട് 6 ആളുകൾ ഇറങ്ങിപ്പോയി വേറൊരു സംഘടന ഉണ്ടാക്കിയത്. 6 ആളുകൾ ഇറങ്ങിപ്പോയി വേറെ സംഘടന ഉണ്ടാക്കിയത്. എങ്ങനെ ഇപ്പം നമ്മളിത് മനസ്സിലാക്കുക? ഈ സാധാരണക്കാർ പൊതുവിൽ ഏതാണ് ശരി? രണ്ടും പറയുന്നത് ഒരേ വിഭാഗമാണ്. അതിനൊരു വഴിയുണ്ട്. അന്നത്തെ ആളുകൾ, അന്നപ്പോൾ അതിലുണ്ടായിരുന്ന ഒന്ന് ശംസുൽ ഉലമ, പിന്നെ ഇറങ്ങിപ്പോയത് അല്ലെങ്കിൽ പുറത്താക്കിയത് എന്ന് പറയുന്നതിലെ ആദ്യം ഇറങ്ങിയ ആള് താജുൽ ഉലമ. ഇവരെന്തായിരുന്നു ആ വിഷയത്തിൽ പറഞ്ഞത് എന്നാണ്. ഇവരൊക്കെ പറയും പോലെ ആയിരുന്നോ സത്യം? അതൊന്ന് മനസ്സിലാക്കാനാണ്, ഒരു ഉറപ്പിന് അല്ലേ. ആദ്യം നമ്മൾ ശംസുൽ ഉലമ എന്തോ അതുമായി പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടുനോക്കാം. ഒരിക്കൽ ബഹുമാനപ്പെട്ട KS അബ്ദുള്ള സാഹിബ് ശംസുൽ ഉലമയുടെ അരികത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഉസ്താദെ, സുന്നികൾ ഐക്യപ്പെട്ടുകൂടെ? ശംസുൽ ഉലമ പറഞ്ഞു, ഐക്യപ്പെടണം, ഞാൻ അതിൻ്റെ കൂടെയാണ്. AP ഇറങ്ങിപ്പോയി എന്നല്ലാതെ അവരുമായി ഒരു ബന്ധവും പാടില്ല എന്ന് ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കാവുന്ന മേഖലയോളം ഒന്നിച്ചു നിൽക്കാം. ശംസുൽ ഉലമ എന്താ പറഞ്ഞത്? അവര് ഇന്ന വിഷയത്തിന് ഇറങ്ങിപ്പോയതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളാം. പക്ഷെ ശംസുൽ ഉലമ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കാം അല്ലേ, ഇറങ്ങിപ്പോയി എന്നുള്ളത്. ഇനി നമ്മൾ ഈ ഇറങ്ങിപ്പോയ ആളെന്താ പറയുന്നത് നോക്കുക. അതും നമ്മൾ സ്വീകരിക്കണമല്ലോ. അതൊന്ന് കേട്ടോക്കാം. യഥാർത്ഥത്തിൽ ഇറങ്ങിയ ആള്, പലരും AP ഉസ്താദ് ഇറങ്ങിപ്പോയിന്ന അല്ലെങ്കിൽ AP ഉസ്താദിനെ പുറത്താക്കിയെന്ന പല ആളുകളും പറയാറ്. നമ്മളത് കേട്ടോക്കുക. ഇതൊന്നും ശരിയല്ല, സുല്ലാനെ വേറെ പുറത്താക്കിയവരാണ്. ആര് പുറത്താക്കിയതാ? നമ്മൾ ഇറങ്ങിപ്പോന്നാടാ. സുന്നത്തെ ജമാഅത്തിന് എതിരെ ആരെന്ന് കണ്ടാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിലില്ലടാ. ഇസ്ലാമിന് അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ. ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം. നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നാടാ. താജുൽ ഉലമയാണ്. താജുൽ ഉലമ സയ്യിദ് ഉള്ളാൽ തങ്ങൾ മഹാനവറുകൾ പറയുന്നു, ആരടാ ഞങ്ങളെ പുറത്തേക്ക്, ഞങ്ങൾ ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ശംസുൽ ഉലമയും ഇറങ്ങിപ്പോയതാണ് എന്നുള്ള വർഷമാണ് പറയുന്നത്. ഈ ഇറങ്ങിപ്പോയവരും പറയുന്നത് അത് തന്നെ. അപ്പോൾ നമുക്ക് ഇത് സ്വീകരിക്കാം അല്ലേ. ഇറങ്ങിപ്പോയ ആളുകളും അത് പറയുന്നു. അന്ന് സെക്രട്ടറി ആയിരുന്ന മറുപക്ഷത്തെ ആൾ ശംസുൽ ഉലമയാണ്. ശംസുൽ ഉലമയും അത് ശരിവെക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇറങ്ങിപ്പോയി എന്നുള്ളിടത്ത് നിൽക്കാം അല്ലേ. അല്ല, തീരുമാനമായില്ലപ്പോൾ. ഓക്കെ, ആ ചെറിയ ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ മറ്റുള്ളതൊക്കെ ഇപ്പോൾ ഈ ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ ഇപ്പം നമ്മളുള്ളത് ഇറങ്ങിപ്പോയത് എന്തിന് എന്നുള്ളതൊക്കെ വലിയൊരു ചർച്ചയാണ്. അതൊക്കെ പണ്ഡിതന്മാർ നടത്തിക്കോളും. അതൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾ പറയുന്നത് ഉചിതമല്ലല്ലോ. ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു രൂപത്തിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ. പക്ഷെ എന്തിനാണ് ഇറങ്ങിപ്പോയത്,
എന്തിനാണിത് പുനഃസംഘടിപ്പിച്ചത് എന്നറിയണമെങ്കിൽ എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത് എന്നാദ്യം അറിയണം. അന്ന് 1989 ഒരു പുനഃസംഘടന നടന്നു സമസ്തക്കുള്ളിൽ. അവരായിരുന്നു ശരി എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടും. അതിനെന്ത് വേണം? എന്താണ് സമസ്ത, അത് എന്തിനാണ് രൂപീകരിച്ചത് എന്നറിയണം. അതറിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇതിലുള്ളൂ. അതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു, മുഴുവനല്ലെങ്കിലും കുറച്ച്. അത് എന്നെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ, എൻ്റെ കൂട്ടുകാരായ ആളുകൾക്ക് ഞാൻ പറഞ്ഞു തരണം. ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ പഠിച്ചത് എനിക്കും പറഞ്ഞു തരാം, കുഴപ്പമില്ല, കമൻറ്റിലൂടെ പറഞ്ഞു തന്നാൽ മതി. സമസ്ത എന്തിനാണ് പിളർന്നത്, എന്താണ് അതിലുണ്ടായ പ്രശ്നങ്ങൾ എന്നൊക്കെ അറിയണമെങ്കിൽ ഇത് എന്തിനു വേണ്ടിയാണ് രൂപീകരിക്കപ്പെട്ടത് എന്നറിയണം. എന്നാൽ പിന്നെ വേഗമാണല്ലോ. ഉദാഹരണത്തിന് പാലാരിവട്ടം പാലം വളരെ മനോഹരമായ നല്ല ഒരു പാലമായിരുന്നു. അത് പുനർനിർമ്മിച്ചു. നമ്മളൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് കണ്ട ഒരു കാര്യമാണ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. അത് എന്തിനു പുനർനിർമ്മിച്ചു എന്ന് നമ്മൾ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. എന്നാൽ അതിന് ഏറ്റവും എളുപ്പമാർഗം എന്താ? ആ പാലം എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പരിസരങ്ങളിലുള്ള ആളുകൾക്ക് മനസ്സിലാവും അതെന്തിന് പുനർനിർമ്മിച്ചു എന്ന്. എന്താണ് കാരണം? ചരക്ക് വാഹനങ്ങൾ അടക്കമുള്ള വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും കടന്നു പോകാൻ ആവശ്യമായ രീതിയിൽ അതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു പാലമാണത്. ഇനി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് എന്തുകൊണ്ട് പുനർനിർമ്മിച്ചു എന്ന്. എന്തിനാണ്? ആ എന്തിനു വേണ്ടിയാണോ അത് നിർമ്മിച്ചത് ആ കാര്യങ്ങൾക്ക് അത് പറ്റാതെയായി. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും അത് പുനർനിർമ്മിക്കണം. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ നമ്മുടെ ഈ കേരളത്തിൽ 2 സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ പേരിൽ, ഒരു വ്യത്യാസവുമില്ലാതെ ഒരേ പേരിൽ 2 വിഭാഗം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് എങ്ങനെ വന്നു എന്നറിയണമെങ്കിൽ എന്തിനാണ് ഈ സംഭവം രൂപീകരിച്ചത് എന്ന് നമുക്ക് പഠിക്കണം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ പറയുന്നത് കേൾക്കാം. ആദ്യം തന്നെ നമുക്ക് EK വിഭാഗം എന്നറിയപ്പെടുന്ന സമസ്തയും AP ഉസ്താദിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമസ്തയും, ഇങ്ങനെ 2 സമസ്തകളുള്ളത്. അപ്പോൾ EK വിഭാഗം എന്നറിയപ്പെടുന്ന സമസ്തയുടെ ആളുകൾ, അതിൻ്റെ ഉസ്താദുമാരും നേതാക്കന്മാരും സമസ്ത എന്തിന് രൂപീകരിച്ചു എന്ന് പറയുന്നത് കേൾക്കാം. ഓക്കെ. 1925-26 കാലഘട്ടത്തിൽ ബിദഅത്തിന്റെ വിഷബീജം വിതച്ചുകൊണ്ട് കേരളത്തിൽ വഹാബി പ്രസ്ഥാന രംഗത്ത് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. വേറെ ഒരാളത് കൂടി കേൾക്കാം. ഇതേ ഗ്രൂപ്പിൽപ്പെട്ട EK വിഭാഗം എന്നറിയപ്പെടുന്ന, ഞാൻ അങ്ങനെ പറയാൻ കാരണം ഒരിക്കൽ ഞാൻ EK വിഭാഗം സമസ്ത എന്ന് പറഞ്ഞപ്പോൾ EK ഉസ്താദിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പറയുന്നത് കേട്ടു, ഞങ്ങൾ ആരും അതിഷ്ടപ്പെടുന്നില്ല, EK ഉസ്താദിൻ്റെ അടുത്ത കുടുംബങ്ങളായ ഞങ്ങളാരും ആ സമസ്തയിൽ ഇല്ല എന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ട് എന്നറിയപ്പെടുന്ന എന്ന് ഞാൻ കൂട്ടി പറയാനുള്ള കാരണം അതാണ്. ഇവരറിയപ്പെടുന്നത് EK വിഭാഗം എന്ന പേരിലാണ്. അതും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട. ആ ഉസ്താദിൻ്റെ ഒന്ന് കേൾക്കാം. 920 ശേഷം നജദുകാരനായ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നാറിപ്പൊളിച്ച ആശയങ്ങൾ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നു. ഹിജറ 1115 ജനിക്കുകയും ഹിജറ 1206 മരണപ്പെടുകയും ചെയ്ത ജനാബ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നാറിപ്പൊളിച്ച ആശയങ്ങളെ, പാരമ്പര്യവുമായി ബന്ധമില്ലാത്ത ആശയങ്ങളെ അടിച്ചമർത്താനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് കൂട്ടി പറഞ്ഞിട്ടുണ്ട്, നന്നാക്കി പറഞ്ഞാണ്. അടിച്ചമർത്താൻ അങ്ങനൊന്നുമില്ല, ആശയപരമായി എതിർക്കാൻ, ഇത്രേ ഉള്ളൂ. അപ്പോൾ AP ഉസ്താദിൻ്റെ ആളുകൾക്കൊരു
ഇവരത് മാത്രം ഇങ്ങനെ കേൾപ്പിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ നിഷ്പക്ഷമായി പറയണല്ലോ. ഞാൻ ഒരു നിഷ്പക്ഷകനൊന്നല്ല കേട്ടോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിഷ്പക്ഷമായി പറയാമല്ലോ. അപ്പം നമുക്ക് AP വിഭാഗത്തിൽ നിന്ന് ഒരാളതും കേൾക്കാം. ഈ ഉസ്താദുമാരുടെയൊക്കെ ഒരു ഉസ്താദായ ഒരു ഉസ്താദിൻ്റെ, ഇന്ന് ആ ഉസ്താദ് ഇന്ന് നമ്മോടൊപ്പം ഇല്ല, അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തട്ടെ. അപ്പോൾ നമുക്കൊന്ന് കേട്ടോ. സമസ്ത എന്തിനു വേണ്ടി രൂപീകരിച്ചു? സമസ്ത ദീൻ അതിൻ്റെ തനതായ നിലയിൽ ഇവിടെ നിലനിർത്തണം, അതിനെ മാറ്റിമറിച്ചരുത്. അതിനു വേണ്ടിയാണ് സമസ്ത രൂപീകരിച്ചത്, എല്ലാവർക്കും അറിയാം. അഥവാ ബിദ്അത്തിന്റെ സംഘടനകളെ, ബിദ്അത്തിനെ പ്രതിരോധിക്കണം, തടയണം. അതിനാ സമസ്ത. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ബിദ്അത്തിനെ തടയണം. കണ്ട, വളരെ ഖണ്ഡിതമായി, വളരെ അസന്നിഗ്ധമായി പറയുന്നു. ബിദ്അത്തിനെ ചേർത്ത് തോൽപ്പിക്കാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഒന്ന് നോക്കുകയാണ്, AP വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ല, EK വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ല. സമസ്ത രൂപീകരിക്കപ്പെട്ടത് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാരെ ബിദ്അത്തിനെ എതിർക്കാൻ വേണ്ടിയാണ്, അവരെ ആശയപരമായി നേരിടാൻ വേണ്ടിയാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ എന്തിനാ ഇത്രയും കാലം അടിച്ചത്? എത്ര കലഹങ്ങൾ, എത്ര പള്ളിയിൽ, എത്ര മദ്രസകളിൽ പ്രശ്നം. നമ്മളിതിലൊരു അഭിപ്രായ വ്യത്യാസമല്ല, നമ്മുടെ രണ്ട് വിഭാഗവും ഇതന്നെ പറയുന്നത്. ഇപ്പോൾ മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ആളുകൾ ജമാഅത്തിന് കൂട്ടാണ്, അന്ന് ജമാഅത്തില്ല. അപ്പോൾ ഇവരെ വിശ്വാസപ്രകാരം നമ്മളൊക്കെ സുന്നികളൊക്കെ ബഹുദൈവ ആരാധകരാണ്. എന്റെ പ്രിയപ്പെട്ട സമസ്തയിൽപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശരിക്കും ചിന്തിക്കണം. കെ പരമേശ്വരൻപിള്ള പറയാണ്, ഒരു ദേവിക്കും ദേവനും സ്വന്തമായി കഴിവില്ല. സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ ഒരു ദേവിക്ക് ഒരു പുൽക്കൊടി നീക്കാൻ പോലും കഴിവില്ല. ധാര വിശ്വാസ. ഇത് കേട്ടാ നമ്മളെന്താ പേര്? പടച്ചോനെ, ഇതല്ലേ സുലൈമാൻ സക്കാഫി മാളികയിൽ പറയുന്നത്? ഇതല്ലേ റബ്ബെ അബ്ദുൽ ഖാദർ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് വൈസി പറയുന്നത്? പടച്ചോനെ, കെ പരമേശ്വരൻ പിള്ള ഇതാ പറയണേ. കെ പരമേശ്വരൻ പിള്ള അമ്പലക്കടവ് മാത്രല്ല ഇത് പറഞ്ഞു, അബൂജേലു ഇതേ കാര്യം, ഇതേ വിഷയം. മൊയ്തീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹ് കൊടുത്ത കഴിവ് കൊണ്ട് അദ്ദേഹത്തിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ആ വിശ്വാസമാണ് ഇവിടുത്തെ കുഞ്ഞിക്കണ്ണന്റെ, കുഞ്ഞിരാമന്റെ, കുഞ്ഞനന്ദന്റെ, ദേവദാസന്റെ, ക്ഷേത്രത്തിലെ പൂജാരിയുടെ, ക്ഷേത്രത്തിലെ സന്യാസിയുടെ വിശ്വാസം അതാണ്. ഇനി ആ വിശ്വാസം അവർക്ക് കിട്ടിയ എവിടുന്ന? അത് താഴ്വഴിയായി കടന്നു വന്ന അബൂജഹലും ടീമും പകർത്തി കൊടുത്ത വിശ്വാസം. എന്റെ ഈ വിഷയം നിങ്ങൾ കേട്ടല്ലോ. എന്നിട്ട് നിങ്ങൾ APK സുന്നിയാകാനാണ് നിങ്ങളെ വിധിയെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് മറ്റൊന്നോന്ന് വിധിച്ചിട്ടുണ്ട്. നിങ്ങൾ മൊയ്തീൻ ശൈഖിനെയും അമൃതങ്ങളെയും വിളിക്കുകയാണോ? നിങ്ങൾ സ്വർഗത്തിന്റെ പരിമളം പോലും ഉറപ്പിച്ച് മനസ്സിലായിക്കൂടെ? അബൂജഹലിന് കിട്ടൂല, നിങ്ങൾക്ക് കിട്ടൂല. അബൂജഹൽ സ്വർഗത്ത് കടന്നാലും നിങ്ങൾ കടക്കൂലെന്നാണ്. നോക്കാം, നിങ്ങൾ അത്രയും കടുകട്ടി APK ആരും കടക്കൂലെന്നാ. അപ്പോൾ പറഞ്ഞു ശരി തന്നെയല്ലോ. ഇങ്ങനെ ഉള്ള മുജാഹിദുകാർ, ഇവരുമായി ഒരു ബന്ധം പാടില്ല എന്ന് സമസ്ത തീരുമാനിച്ചതാണ്. അവരെ സമ്മേളനത്തിന് ക്ഷണിക്കുക, അവർക്ക് ബത്തക്ക വെള്ളം കൊടുക്കുക, അതൊന്നും ശരിയല്ലല്ലോ. ഒരു വീട്ടിലേക്ക് നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചു, ടേബിളിൻ്റെ അപ്പുറത്തിരിക്കണ മുജാഹിദായി വിചാരിച്ച് നമ്മൾ ഇപ്പുറത്തിരിക്കണം, നമ്മൾ നീച്ചു പോകണം എന്നല്ല പറയുന്നത്. അത് നമ്മളെ പരിപാടിയല്ല. അല്ലെങ്കിൽ സർക്കാർ നമ്മളെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു, അതിൽ മുജാഹിദ് ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളെ സർക്കാർ ക്ഷണിച്ചതാണ്. വഖഫ് ബോർഡ്, ഹജ്ജ് കമ്മിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവിടെ നമ്മൾ അപ്പുറത്തൊരു മുജാഹിദിൻ്റെ എഴുതി പോകാതെക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ചെന്നിട്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവരാശയം ഇതിൽ കടത്തിക്കൂട്ടും. പണ്ട് പാഠപുസ്തക കമ്മിറ്റിയിൽ കയറാത്തത് കൊണ്ട് ഉണ്ടായ അനുഭവം നമുക്കൊക്കെ അറിയാലോ. അതുപോലെ അപ്പോൾ സർക്കാർ വിളിച്ചൊരു പരിപാടിയിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ വിളിച്ച പരിപാടിയിൽ നമ്മൾ വന്നപ്പോൾ മറ്റുള്ളവരുണ്ടായി എന്നതല്ല പ്രശ്നം. നമ്മുടെ പരിപാടിയിൽ അവരെ കൂട്ടുക, അവരെ പരിപാടിയിൽ പോയി നമ്മൾ പ്രസംഗിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ആകത്തുക. നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമിയുമായി വിട്ടു നിൽക്കണം എന്ന് സമസ്തയുടെ തീരുമാനമാണ്. ഇനി ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന വിഷയത്തിൽ നിങ്ങൾ ആരെക്കുറിച്ചാണോ പറയപ്പെട്ടത് ആ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിക്കുക വേണ്ട. ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രം പറയണം, അത് അപ്പോഴേ മറന്നു കളയാം. ഓക്കെ. കേരള നേതൃത്വ മുജാഹിദിന്റെ സംസ്ഥാന അധ്യക്ഷൻ
പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി സാഹിബ് രോഗശൈലിയിൽ കിടക്കുകയാണ്. ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു അദ്ദേഹത്തിന്റെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ മഹാനായ തങ്ങളവറുകൾ അദ്ദേഹത്തിന്റെ രോഗ സന്ദർശനത്തിനായി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുകയാണ്. അദ്ദേഹം മുസ്ലിം ലീഗിന്റെ കൂടി പ്രധാനിയും ചന്ദ്രിക ചീഫ് എഡിറ്ററും എന്ന നിലയിൽ. കേട്ടോ, മങ്കട അബ്ദുൽ അസീസ് മൗലവി എന്ന കൊടിയ വഹാബി. അപ്പോൾ നമ്മളൊക്കെ ആദരിക്കുന്ന ആൾക്കാർ പോയി സന്ദർശിച്ചു മാത്രം. കേരള നേതൃത്വ മുജാഹിദിന്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി സാഹിബ് മഹാനായ അവരുടെ KNMന്റെ സംസ്ഥാന അധ്യക്ഷന്റെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് മഹാനായ മുസ്ലിം കേരളത്തിന്റെ അഭിമാന ഭാജനം സുന്നത്ത് ജമാഅത്തിന്റെ നായകൻ മന്ത്രവും മുറുക്കും നൂലും പിഞ്ഞാണമെഴുത്തും വെള്ളത്തിൽ മന്ത്രിച്ചോറ് നടത്തുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവർക്കായിരുന്നു. അദ്ദേഹം മരണപ്പെട്ട സ്ഥലത്ത് അദ്ദേഹത്തിന് മയ്യത്ത് സ്കരിക്കാനും പോയി. ഇവിടെ നമുക്കൊന്ന് പറയാം, ഇത് സമസ്തയുടെ നിലപാടല്ല, ഇത് സമസ്ത രൂപീകരിക്കപ്പെട്ട കാര്യത്തിന് എതിരാണ് ഈ ചെയ്തത് എന്ന് മാത്രം നമുക്ക് പറയാം. മറ്റുള്ള കാര്യത്തിലേക്ക് നമുക്കിപ്പോൾ പോകണ്ട. ആണല്ലോ, ഈ സമസ്ത രൂപീകരിക്കപ്പെട്ടത് എന്താണെന്ന് ഇതേ സ്റ്റേജിൽ വെച്ച് ഇതേ ഉസ്താദന്മാർ പറഞ്ഞ് നമ്മൾ കേട്ടു. എന്നിട്ട് ആ മുജാഹിദിന് മയ്യത്ത് സ്കരിക്കാൻ വേണ്ടി നമ്മൾ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ പോവുകയും ചെയ്തു. ഇത് ഒരു സമസ്തക്കാരൻ എന്ത് ചെയ്യണം? ഇവിടെ ആ പോയത് ശരിയല്ല എന്ന് പറയാലോ. അത് പറഞ്ഞാൽ പിന്നെ അവിടെ പാണക്കാട് വിരുദ്ധ, ലീഗ് വിരുദ്ധ എന്നൊന്നും പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല. മുജാഹിദിൻ്റെ അതിലും വലിയ തീവ്രവാദിയായ മുജാഹിദ് മരിച്ച വീട്ടിൽ ചെന്നിട്ട് മുസ്ലിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞ ആളുകളും ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട്. അവരൊക്കെ സമസ്തയുടെ വലിയ ആളുകളായി നിലനിൽക്കുന്നു. ഇത് പറയുമ്പോഴാണ് ഇവിടെ പ്രശ്നം വരുന്നത്. ഒരു ഭാഗത്ത് സമസ്ത രൂപീകരിച്ച ഇന്നതിനാണ് പറയുക, മറുഭാഗത്ത് അതിനെതിരെ ചെയ്യുക. ഈ മയ്യത്ത് നിസ്കരിക്കാൻ പോയ സയ്യിദിനെ കുറിച്ച് ഈ മരണപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾക്കുള്ള വിശ്വാസം എന്താ? മന്ത്രം ശിർക്കാണ്, ഉറുക്ക് ശിർക്കാണ്, നൂല് ഊതിക്കെട്ടൽ ശിർക്കാണ്, മന്ത്രിച്ചൂതിയ വെള്ളം ശിർക്കാണ്, തവസ്സുല് ശിർക്കാണ്, തബറുക്ക് ശിർക്കാണ്. ഈ ഗണത്തിൽപ്പെട്ട സകലമാന പുണ്യകർമ്മങ്ങളും ശിർക്കാണെന്ന് കൃത്യമായി പറയുന്ന, ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ മുശ്രിക്കുകളാണെന്ന് വാദിക്കുന്നവരാണല്ലോ കേരളത്തിലെ വിദഈ പ്രസ്ഥാനങ്ങൾ. കണ്ടോ, ഇതാണ് വിശ്വാസമാരൊക്കെ അവർക്ക്. ഇവർ മുസ്ലിങ്ങളെ അല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മയ്യത്ത് സ്കരിക്കാനാണ് പോകുന്നത്. അവരുടെ KNMന്റെ സംസ്ഥാന അധ്യക്ഷന്റെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് മഹാനായ മുസ്ലിം കേരളത്തിന്റെ അഭിമാന ഭാജനം സുന്നത്ത് ജമാഅത്തിന്റെ നായകൻ മന്ത്രവും മുറുക്കും നൂലും പിഞ്ഞാണമെഴുത്തും വെള്ളത്തിൽ മന്ത്രിച്ചോറ് നടത്തുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളവർക്കായിരുന്നു. അതും സമസ്ത ഇവരെ എതിർക്കാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട സമസ്തയുടെ ആളുകളായിക്കൊണ്ട്. അപ്പോൾ ഒരു യഥാർത്ഥ സമസ്തക്കാരൻ എന്ത് പറയും? ഈ കാണിച്ച കാര്യം ശരിയല്ല. അതാ സയ്യിദിനെ കുറ്റപ്പെടുത്താനല്ല, ആ സംഭവം, ആ ചെയ്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ബോധിപ്പിക്കണമല്ലോ അല്ലേ? അങ്ങാടിയിൽ വെച്ചിട്ട് ഒരാളെ മുണ്ടഴിഞ്ഞാൽ ആ മുണ്ടഴിഞ്ഞ കാര്യം പറയാലോ, അല്ലെങ്കിൽ അതിലും വലിയ വഷളത്തരത്തിലേക്കുള്ള പോവുക. അപ്പോൾ അതുപോലെ സൂചിപ്പിക്കുമ്പോൾ പറയും, അത് പാണക്കാട് വിരുദ്ധമാണ്, ലീഗ് വിരുദ്ധമാണ്. ഒരു വിരുദ്ധതയും അവിടെ ഇല്ല. ലീഗ് നല്ല പാർട്ടിയാണ്. നമ്മളെ സംബന്ധിച്ച് ലീഗിന് ചെറിയ ചെറിയ തകരാറുകൾ എല്ലാ പാർട്ടിക്കുള്ളതുപോലെ ലീഗിനുണ്ട്. അല്ലാത്തൊരു കുഴപ്പമൊന്നും ലീഗിന് ഇല്ല. അപ്പോൾ ഇതാണ് പ്രശ്നങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ. അല്ലാതെ ശംസുൽ ഉലമ മുതലക്കുളത്ത് കുറച്ചൊരു പരിപാടിയിൽ പങ്കെടുത്ത മാത്രമല്ല വിഷയം. അവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോരണം. മുജാഹിദിൻ്റെ പരിപാടിക്ക് പോയി പ്രസംഗിച്ചതും നമ്മുടെ പരിപാടിക്ക് വന്നിട്ട് അവർ ബത്തക്കള്ളം കുടിച്ച് പോയതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാലം ഇതേക്കുറിച്ച് ഇവരാരും പറയില്ലായിരുന്നു. ഇപ്പം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സമസ്തക്കാർക്കും ഒരേ ശബ്ദമാണ്. അതിനിടയിൽ ചില അപശബ്ദങ്ങൾ ഉണ്ടായിരുന്നു. അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇവിടെ എന്താണ് പ്രശ്നം ഉണ്ടായത് നിങ്ങൾക്കൊക്കെ ബോധ്യമായില്ലേ? പിന്നെ അടുത്തതുള്ളത് സമസ്തയുടെ രാഷ്ട്രീയമാണ്. അത് കുറച്ച് ദീർഘിച്ച് പറയാണ്ട്, അതും സമസ്തയുടെ പിളർപ്പിലേക്ക് എത്തിച്ച ഒരു വിഷയമാണ്. അള്ളാഹു നമുക്ക് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.